السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا سيد السادات جئتك قاصدا أرجو رضاك وأرضني برضاك والله يا خير الخلائق إن لي قلبا مشوفا لا يروم سواك وبحق جاهك إنني بك مغرم والله يعلم أنني أهواك أنت الذي لما توسل آدم من ذلة بك فاز وهو أباك يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك تالله يا ظبيات ما منكن لي ليلى ولا سلمى كمال كن لي حاشا وربي لا قناء بكن لي والله يا خير الخلائق إن لي قلبا مشوفا لا يروم سواك. ആദരണീയരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, പ്രവാചക സ്നേഹികൾ, സഹോദരീ സഹോദരന്മാർ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര കഥനം, അവിടുത്തെ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗം ഇനിയും അവശേഷിക്കുകയാണ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന വ്യാമോഹത്തോടെയല്ല തുടങ്ങിയത്. ആ വ്യാമോഹം സാഹസയജ്ഞമായി ഏറ്റെടുത്താലും പൂർത്തിയാക്കാൻ കഴിയുകയല്ലെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയുന്ന ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം സ്വാഭാവികമായോ മനഃപൂർവമോ വിട്ടുകളഞ്ഞാൽ സദസ്സിലുള്ള ആർക്കും തോന്നിപ്പോകും, അതെന്തേ ആ ഭാഗം പറയാതെ കഴിഞ്ഞു. ആ പറയാതെ വിട്ടുപോയതാണോ? ചിലത് മനഃപൂർവ്വം തന്നെ വിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സമയപരിമിതി മനസ്സിലാക്കി. അതുകൊണ്ട് ഇതാണ് റസൂലുള്ളാഹിയുടെ ജീവിതം എന്ന് ആരും മനസ്സിലാക്കരുത്. ഈ 10 ദിവസം കൊണ്ടോ ഇനി 100 ദിവസം കൊണ്ടോ ഒരാൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ വാഗുവൈഭവവും സാമർത്ഥ്യവും പാണ്ഡിത്യവുമുള്ള ആളാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം, അവിടുത്തെ പ്രശംസ, അവിടുത്തെ ചരിത്രം പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത വിജ്ഞാന സാഗരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുള്ളൂ എന്ന വിനയം ശ്രോതാക്കൾക്കും പറയുന്ന എനിക്കും ഉണ്ടാകണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം ഇന്നലെ നാം പറഞ്ഞു. അവിടുത്തെ പ്രായത്തിൽ 8 വയസ്സും 2 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ തന്റെ സംരക്ഷണം ഏറ്റെടുത്ത പ്രിയവത്സനായ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് തന്നെ കരയിപ്പിച്ചുകൊണ്ട് തന്റെ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു വസിയ്യത്ത് ചെയ്ത് മൺമറഞ്ഞുപോയ കഥ ഇന്നലെ നാം പറഞ്ഞു. ഇനി ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംരക്ഷകനായി, രക്ഷിതാവായി രംഗത്ത് വരുന്ന അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബിനോട് ഒന്നിച്ചുള്ള ചെറുപ്പകാലഘട്ടം കഴിഞ്ഞ് കടന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാകണം. അവിടത്തേക്ക് നുബുവത്ത് കിട്ടി. പ്രവാചകത്വത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ നിർണായകമായ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞുകൂടുമ്പോഴും അബൂ ത്വാലിബ് തന്നെയാണ് രക്ഷിതാവ്. അതുകൊണ്ട് അബൂ ത്വാലിബിന്റെ കൂടെയുള്ള കാലഘട്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8 വയസ്സിന് അങ്ങോട്ടുള്ള ജീവിതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ആവർത്തിച്ചു പറയുന്നു, യാദൃശ്ചികമായ ഒരു ജീവിതമല്ല. അറേബ്യയിലെ സാധാരണ ഒരു കുട്ടി ജനിച്ചു വളർന്നു വലുതാകുന്ന യാതൊരു ലക്ഷണവും തിരുനബിയുടെ ജീവിതത്തിൽ നാം കാണുന്നില്ല. ഓരോ സ്റ്റെപ്പിലും, ഓരോ വഴിയിലും, ഓരോ ഉദ്ഘാടനത്തിലും അള്ളാഹുവിന്റെ മേൽനോട്ടം മഹാനായ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അത് വളരെ വ്യക്തമായി കാണുന്നു. മഹ്ഫൂമായ, മഅ്സൂമായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ ചെറുപ്പ കാലഘട്ടത്തിലെ ചില ചിത്രങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറയട്ടെ. അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് എത്തിയതോടുകൂടി അബൂ ത്വാലിബിനറിയാം ഈ കുട്ടിയുടെ ഭാവിയെപ്പറ്റി. കാരണം
വളർത്തുന്ന ഓരോരുത്തർക്കും സ്നേഹം വർദ്ധിക്കുവാനും പരിരക്ഷ ഉറപ്പുവരുത്താനും അല്ലാഹു തആല അവരുടെയൊക്കെ ചിന്തയിലേക്ക് ഈ കുട്ടിയുടെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട്. അത് സ്വപ്നത്തിലാകട്ടെ, മറ്റ് മതപണ്ഡിതന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ കേട്ടുകൊണ്ടാകട്ടെ, അശരീരി മുഴക്കത്തിലൂടെ ആകട്ടെ, കുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത മനസ്സിലാക്കിക്കൊണ്ടാകട്ടെ, ഏതെങ്കിലും ലക്ഷണം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അവരെല്ലാവരും പോറ്റിയതും വളർത്തിയതും. ഇത് അള്ളാഹുവിന്റെ കാവലാണ്, സംരക്ഷണമാണ്. അബൂ താലിബിന്റെ അടുത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ കാലശേഷം എന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട എന്റെ സഹോദരൻ അബ്ദുല്ലാഹിയുടെ പ്രിയപ്പെട്ട മകൻ, ആ സ്നേഹം തന്നെ വളരെ വലുതാണ്. പക്ഷേ അബ്ദുല്ലാഹി എന്ന സഹോദരന്റെ മകന് കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല അബൂ താലിബ് കൊടുക്കുന്നത്. ആ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ശാലീനതയും അസ്വാഭാവികമായ വ്യക്തിത്വവും അബൂ താലിബിനെ ആകർഷിപ്പിച്ചിരുന്നിരിക്കണം. ഇതാണ് ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് തന്റെ മക്കൾക്ക് കൊടുക്കാത്ത പരിഗണന അബൂ താലിബ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ അബൂ താലിബ് പൊതുവെ കാരണവരാണ്. അബ്ദുൽ മുത്തലിബിന് ശേഷം മക്ക രാജ്യത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തയാളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വളർന്നതിന് ശേഷം പൊളിഞ്ഞു പാപ്പറായ തറവാട്ടിലെ കാരണവരെ പോലെ സാമ്പത്തിക രംഗത്തും മറ്റും അത്രയും ഉന്നതമായ ഒരവസ്ഥ അബൂ താലിബിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാലും തനിക്കുള്ള സർവ്വ കഴിവും തന്റെ സഹോദര പുത്രനെ വളർത്താൻ അബൂ താലിബ് വിനിയോഗിച്ചു. അബൂ താലിബിന്റെ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കും. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആഹാരം കഴിക്കേണ്ട സമയമായാൽ ആഹാരം കൊണ്ടുവച്ചു. അബൂ താലിബിന്റെ മക്കളൊക്കെ ഇരുന്നു. എന്നാലും സഹോദരപുത്രൻ പ്രിയപ്പെട്ട പുന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയില്ലെങ്കിൽ അബൂ താലിബ് പറയും, ആയിട്ടില്ല, കമാ അൻതും ഹത്താ യഹൂറ ബിനി, എന്റെ മോൻ വരുന്നതുവരെ അതുപോലെ തന്നെ ഇരിക്കും, ആരും ഭക്ഷണം തുടങ്ങരുത്. അതിന് രണ്ട് കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, തിരുനബിയോടുള്ള എന്തെന്നില്ലാത്ത വാത്സല്യം. രണ്ട്, തിരുനബി ആഹാരത്തിന്റെ തളികയിൽ സുപ്രയിൽ ഇരുന്നാൽ അന്നത്തെ ആഹാരത്തിൽ വിഭവത്തിൽ കാണുന്ന എന്തെന്നില്ലാത്ത ബറക്കത്ത്. ആ ബറക്കത്തിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. റസൂലുള്ളാഹി ഫയത്തി റസൂലുള്ളാഹി ഫയക്കുലു മഅഹും, റസൂലുള്ളാഹിയും കൂടി വന്ന് ആഹാര തളികയിൽ ഇരുന്ന് അബൂ താലിബിന്റെ കൂടെ കഴിച്ചു. എന്നാൽ തിരുനബി ഇരിക്കുന്ന ഏത് സന്ദർഭത്തിലും ഫയഖൂലൂന മിൻ തഅമിഹിം, എന്തെന്നില്ലാത്ത ഒരു ബറക്കത്ത്, അവരുടെ ആഹാരം ബാക്കിയാവും. എപ്പോഴും അവരുടെ ആഹാരത്തിൽ എത്ര തന്നെ കഴിച്ചാലും തീരാത്ത ഒരംശം അതിൽ നിന്ന് ബാക്കിയാകും. വഇല്ലം യകുൻ മഅഹും ലം യസ്ബഉഹും, അള്ളാഹു കൊടുക്കുന്ന കാവലാണ്. ഇവർക്കൊക്കെ ഒരു സ്നേഹം അള്ളാഹു അവരുടെ കൽവിൽ ഇട്ടുകൊടുക്കുകയാണ്. തിരുനബി തങ്ങൾ അവരുടെ കൂടെ ആഹാരം കഴിക്കാനില്ലെങ്കിൽ വയറ് നിറയാത്ത ഒരു പ്രതീതി, ഭക്ഷണം എല്ലാവർക്കും വിളമ്പി തികയാത്ത ഒരവസ്ഥ, ഇത് അവർക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. പാല് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും, ഒരൊറ്റ പാത്രം, അതിൽ നിന്ന് ഓരോ മക്കളും കൈമാറി, അബൂ താലിബിന്റെ വിവിധ മക്കൾ കൈമാറി കുടിച്ചാലും ആദ്യം കുടിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഇൻ കാന ലബനൻ ശരിബ അവലഹു, നബി ആദ്യം കുടിച്ചാൽ ആ കുടിച്ച കപ്പ് തന്നെ കൈമാറി അവരവർക്ക് ഇഷ്ടമുള്ള അത്ര കുടിച്ചാലും ഒരു റൗണ്ട് പൂർത്തിയായി തിരിച്ചു വരുമ്പോഴും അതിലെ പാലിന് പ്രത്യേകമായ കുറവ് കാണുന്നില്ല. അപ്പോൾ അബൂ താലിബ് പറയും, യാ ബുനയ്യ ഇന്നക ലമുബാറക്, മോനെ ഇതെന്തൊരു ഐശ്വര്യമാണ്, നീ തൊടുന്ന പാത്രത്തിൽ പാല് വർദ്ധനവ് അനുഭവപ്പെടുന്നു, ബറക്കത്ത് അനുഭവപ്പെടുന്നു. യാ ബുനയ്യ ഇന്നക ലമുബാറക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ ഈ ഒരു ഐശ്വര്യം അവർക്ക് അനുഭവപ്പെടാറില്ല. മറ്റൊരനുഭവം, അബൂ താലിബിന്റെ കൂടെ ഹബീബായ റസൂലുള്ളാഹി ആഹാരം കഴിക്കാനിരിക്കും. ബാക്കിയുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിലുള്ള മര്യാദകളൊന്നും ഉണ്ടാവുകയില്ല. അവരാകമാനം ഭക്ഷണം കിട്ടുന്നതൊക്കെ കടന്തി വാരി എടുത്തു തിന്നും. തിരുനബി അതബ് മര്യാദ പാലിച്ച അച്ചടക്കമുള്ള പക്വതയുള്ള കുട്ടിയായി ആഹാരം കഴിച്ചു. അബൂ താലിബ് ഉടനെ ഇടപെട്ടുകൊണ്ട് ആഹാരത്തിലെ നല്ല വശം തന്റെ കൈകൊണ്ട് ചീന്തിയെടുത്ത് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കും. കാരണം ഈ ആഹാരം കലമ്പുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അച്ചടക്കമുള്ള കുട്ടിക്ക് വേണ്ടത്ര കിട്ടുകയില്ലേ എന്ന ആശങ്ക അബൂ താലിബ് നല്ല ഭക്ഷണം നബിയുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. ചെറുപ്പകാലഘട്ടത്തിലെ മുഴുവൻ അവസ്ഥ അബൂ താലിബിന്റെ വീട്ടിൽ വളരുന്നു. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ മാതാവിനെ പോലെ പരിരക്ഷിക്കുന്നു. എന്നാൽ വകാന സുബിയാനു യുസ്ബിഹൂന റംസൻ ശുഅസൻ,
ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ പൊതു സ്വഭാവം ഒരു ബതുക്കളുടെ സ്വഭാവത്തിൽ മുടി ചീകി വെക്കാതെ, വൃത്തിയാക്കാതെ, കുളിക്കാതെ, വസ്ത്രത്തിലും മറ്റും വൃത്തിയും ശുചിത്വവും പാലിക്കാതെയാണ് ആ കാലഘട്ടത്തിലെ ആ കുടുംബങ്ങളിലെ കുട്ടികൾ നടക്കാറ്. എന്നാൽ ആ ചെറിയ കാലം മുതൽ വയുസ്ബിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹീനൻ കഹീലൻ നളീഫൻ, എന്തെന്നില്ലാത്ത ഒരു പക്വത. ഇതൊന്നും അബൂ ത്വാലിബ് പഠിപ്പിച്ചതല്ല, ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല. തിരുനബി എപ്പോഴും എണ്ണ കൊടുക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എണ്ണ കൊടുത്ത് മുടി ചീകി വെക്കും. അവരുടെ ഇടയിൽ പക്വതയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. അങ്ങനെ മാത്രമേ തിരുനബിയെ കാണുമായിരുന്നുള്ളൂ. ഓരോ സംഭവങ്ങൾ ഉമ്മു ഐമൻ പറയുന്നു, വളരെ പെടുന്നനെ പോകേണ്ടതുണ്ട്. ഓരോ അക്ഷരവും നമുക്ക് സന്തോഷമുള്ളതാണ്. മുഅ്മിനുകൾക്ക് അവരുടെ നായകനെ കുറിച്ച്, അവരുടെ മനസ്സാകുന്ന കൊട്ടാരത്തിലെ സാമ്രാജ്യത്തിന്റെ രാജാവ്, നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ചക്രവർത്തി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വലാത്ത് നല്ലപോലെ ചൊല്ലുക. ആ പ്രിയപ്പെട്ട ജേതാവിനെ കുറിച്ചുള്ള ഓരോ അക്ഷരങ്ങളും നമുക്ക് സായുജ്യമാണ്, നമുക്ക് ആനന്ദമാണ്. ആ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മുടെ ഈമാനിനെ ഉയർത്തിത്തരട്ടെ. ഉമ്മു ഐമൻ ബീവി പറയുന്നു, ചെറുപ്പ കാലഘട്ടത്തിൽ ആ കുട്ടിയെ വളർത്തിയിട്ട് ഒരിക്കൽ പോലും ഒരു ചീത്ത അനുഭവം എനിക്കുണ്ടായിട്ടില്ല. മാ റഅയ്തു റസൂലല്ലാഹി ശക്കാ ജുഅൻ വലാ അത്ശൻ, ഒരു ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലെങ്കിലും എന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. ലാ ഫീ കിബരിഹി വലാ ഫീ സിഗരിഹി, ചെറിയ പ്രായത്തിലുമില്ല, വലുതായതിനു ശേഷവുമില്ല. അത് മുഴുവൻ പറയാൻ ആധികാരികമായ അവകാശമുള്ളവരാണല്ലോ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. വകാന യഗ്ദു ഇദാ അസ്ബഹ ഫയശ്റബു മിൻ മാഇ സംസം ശുർബത്തൻ, ചിലപ്പോൾ കാണാം ചെറിയ പ്രായത്തിലൊക്കെ വേഗം കഅബാലയത്തിന്റെ അടുത്ത് ചെന്ന് സംസമിന്റെ അടുത്ത് പോയി ഒന്ന് കുടിക്കും. ദന്തം കുറെ അങ്ങ് പിടിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങൾ വല്ല ആഹാരവും വെച്ച് നീട്ടിയാൽ പറയും, അന ശഅബാൻ, എനിക്ക് വേണ്ട, എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ സംസമിന്റെ ബറക്കത്ത് ജീവിതത്തിൽ അനുഭവിച്ചയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ വളർന്നു വലുതായി. അവിടുത്തെ 8 വയസ്സ് മുതൽക്കാണല്ലോ അബൂ ത്വാലിബിന്റെ ശിക്ഷണം നാം നേരത്തെ പറഞ്ഞത്. ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും നിർണായകമായ, ചരിത്രകാരന്മാരെല്ലാവരും വിശദമായി ആചാരമായി അവതരിപ്പിച്ച ഒരു സംഭവം, 8 വയസ്സുകാരനായ ആ കുട്ടിക്ക് വരാനിരിക്കുന്ന നിയോഗത്തെക്കുറിച്ച് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം, അബൂ ത്വാലിബിന് മനസ്സിലാക്കിയ ഒരു സംഭവം. അതെന്താണ്? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി 9-10 വയസ്സ് സമയത്തായിരിക്കാം സംഭവിക്കുന്നത്. അബൂ ത്വാലിബിന്റെ രാജ്യത്ത് മക്ക പ്രദേശത്ത് മഴയില്ല, അതിശക്തമായ വരൾച്ച, വെള്ളമില്ലാതെ ആളുകൾ വിഷമിച്ചു, മഴ ലഭിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ സാംസ്കാരിക സ്വഭാവം അനുസരിച്ച് മഴയില്ലെങ്കിൽ അവർക്ക് ചില വിചിത്രമായ പ്രാർത്ഥനാ രീതികളാണ് ഉണ്ടായിരുന്നത്. അതൊന്നും പറയാൻ സമയമില്ല. മഴയില്ലാതെ വിഷമിച്ചപ്പോഴും ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. മഴ കിട്ടാൻ എന്താണ് മാർഗം? ഒരു കൂട്ടർ പറഞ്ഞു, എഴുത്തമിതോ അല്ലാത്ത വല്ലുണ്ട, ബിംബങ്ങളോട്, വിഗ്രഹങ്ങളോട്, പ്രതിഷ്ഠകളോട് നമുക്ക് പോയി പറയാം, അവര് മഴ തരട്ടെ എന്ന് ഒരു വിഭാഗം. മറ്റൊരു കൂട്ടർ പറഞ്ഞു, നമുക്ക് മലമുകളിലേക്ക് കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോകാം, അങ്ങനെ നാം ചെയ്യുന്ന പാരമ്പര്യ രീതി അനുസരിച്ച് മഴയ്ക്ക് വേണ്ടി അന്വേഷിക്കാം. ഒരു കൂട്ടർ പറഞ്ഞു, നമുക്ക് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് പ്രാർത്ഥിക്കാം. ആ കൂട്ടത്തിൽ ഫഖാല ശൈഖുൻ വസീമുൻ ഹസനൽ വജ്ഹി ജയ്യിദർ റഈ, നല്ല അഭിപ്രായമുള്ള, നല്ല പക്വതയുള്ള ഒരു വൃദ്ധൻ അഭിപ്രായപ്പെട്ടു, അന്നാ തുഫകൂൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ഈ മക്ക പ്രദേശത്ത് മഴയില്ലാഞ്ഞിട്ടും നമ്മൾ അത്തരം മാർഗങ്ങളൊക്കെ ഇനി എന്തിനു സ്വീകരിക്കണം? യഥാർത്ഥത്തിൽ ഈ വയസ്സായ മനുഷ്യൻ ആരാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നില്ല. ആ വയസ്സനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത്? വഫീകും ബഖിയ്യത്തു ഇബ്രാഹിം വസുലാലത്തു ഇസ്മായിൽ, ഇബ്രാഹിമിന്റെ ഇസ്മായിലിന്റെ താവഴിക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ നമ്മൾ എന്തിനാണ് വേറെ മാർഗം സ്വീകരിക്കുന്നത്? അവരവസാനം തീരുമാനത്തിലെത്തി, അതെ, അബൂ ത്വാലിബിനോട് പറയുക എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതെ, അബൂ ത്വാലിബ് പരിഹാരമുണ്ടാക്കട്ടെ. കാരണം അബൂ ത്വാലിബാണല്ലോ ആ കാലഘട്ടത്തിലെ മക്കയുടെ കാരണവർ. ഇബ്രാഹിമിയ ഇസ്മായിലിയ താവഴിയുടെ ആ കാലഘട്ടത്തിലെ കാരണവരാണ്. അവരെല്ലാവരും കൂടി അതാ ചെല്ലുന്നു അബൂ ത്വാലിബിന്റെ അടുത്ത്. അബൂ ത്വാലിബിന്റെ അടുത്ത് ചെന്നിട്ട് വിഷയം അവതരിപ്പിച്ചു. മഴയില്ല, വരൾച്ചയാണ്, നാടാകെ വിഷമിച്ചിരിക്കുന്നു, കന്നുകാലികൾ കഷ്ടപ്പാടിലാണ്, മുലപ്പാല് പോലുമില്ലാത്ത അവസ്ഥ, പരിഹാരം വേണം. നാട്ടുകാരണവർ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. അബൂ ത്വാലിബ് പെട്ടെന്ന് ചിന്തിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്
തന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ സ്വീകരിച്ച ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ. അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ തോളത്ത് വെച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തി മഴ കിട്ടിയത് അത് അബൂ താലിബിന്റെ മനസ്സിൽ അവിടെ കോറിയിട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതാ ചെയ്യുന്നു. സംഭവത്തിൽ പറയുന്നു, ഫഖറജ ഇലൈനാ റജുലുൻ ഹസനൽ വജ്ഹി. ആ മാന്യനായ അബൂ താലിബ് രംഗത്തേക്ക് വന്നു. അദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താണ്? തന്റെ വീട്ടിനകത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ ഓമന മകനെ, ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സന്തോഷദായകമായ ആ മോനെ കൈപിടിച്ച് പുറത്തേക്ക് വരുന്നു. 10 വയസ്സോളം പ്രായമുണ്ടായിരിക്കും. ആ കുട്ടിയെ കൈപിടിച്ച് അബൂ താലിബ് പുറത്തേക്ക് വന്നു. വഹൗലഹു വൈലിമത്തുൻ. കൂടെ വേറെ കുറെ പയ്യന്മാർ, അബൂ താലിബിന്റെയും ബന്ധപ്പെട്ടവരുടെയും മക്കൾ. അബൂ താലിബ് നേരെ ചെല്ലുന്നത് കഅബാലയത്തിന്റെ മുറ്റത്തേക്കാണ്. എന്താ എന്നിട്ട് ചെയ്യുന്നത്? അബൂ താലിബ് കുട്ടിയെയും കൊണ്ടുവന്ന് ആ 8 വയസ്സ് 10 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബാലയത്തിന്റെ ചുമരിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചുഭാഗത്ത് കഅബത്തിനോട് അടുപ്പിച്ച് വെച്ചു വലിയുപ്പ അബൂ താലിബ്. എന്നിട്ട് വലാദൽ ഗുലാമു ബിസ്ബൈഹി, തന്റെ കൈകളെ ആകാശത്തേക്ക് ഉയർത്തുന്നു. കഅബാലയത്തിലേക്ക് കില്ല പിടിച്ച് ചുംബിക്കുന്നത് പോലെ നെഞ്ച് അമർത്തിപ്പിടിച്ച് 2 കൈകളെ ഉയർത്തുന്നു. അബൂ താലിബ് ഉൾപ്പെടെയുള്ള കാരണവന്മാരെ നേതാക്കന്മാർ കഅബയുടെ പരിസരത്ത് മുറ്റത്ത് ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ആ കുട്ടി 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു. മദീനയിലെ ഇപ്പോഴത്തെ പണ്ഡിതൻ അശേഖ് അബൂബക്കർ ജസായിരി പറയുകയാണ്, വലിസാനു ഹാലിഹി യഖൂൽ ഇസ്തിനാ റബ്ബനാ ഫഖദ് തവസ്സൽനാ ഇലൈക ബിഹാദൽ ഗുലാമിൽ മുബാറക്. വളരെ ശരിയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ. ഈ ബറക്കത്ത് നിറഞ്ഞ ഈ കുട്ടിയെ മുന്നിലേക്ക് വെച്ച് ഇടയാളനാക്കി ഞങ്ങളിതാ ദുആക്കുന്നു. റബ്ബേ റബ്ബേ, ഞങ്ങൾക്ക് മഴ തരയണമേ. ഈ ദുആ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ 10ാമത്തെ വയസ്സിൽ കഅബാലയം ചുംബിച്ചുകൊണ്ട് കൈ ഉയർത്തി അറബികളെ മുഴുവൻ സാക്ഷി നിർത്തി ദുആ ചെയ്ത സംഭവം. ആ സമയത്ത് വമാ ഫിസ് സമാഇ ഖസ്അത്തുൻ, ആകാശാന്തരീക്ഷത്തിൽ ഒരു തരി വെള്ളം, ഒരു തുള്ളി കാർമേഘം ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ആ ദുആ സമാപിച്ചപ്പോഴേക്കതാ ഫഅഖബല السحاب من ها هنا وها هنا واغدودك واغدودك وانفجر له الوادي واصب النادي والبادي. ചരിത്രം തുടരുന്നു. ആ ദുആ അങ്ങോട്ട് കഴിയേണ്ട താമസമതാ ആകാശലോകത്ത് കാർമേഘങ്ങളുടെ ഘോരമായ യാത്ര. കാർമേഘങ്ങൾ ഘനീഭവിച്ചു. മഴയോട് മഴ, നാടാകെ മഴ. കഅബാലയത്തിന്റെ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വെള്ളമില്ലാതെ വിഷമിച്ച് മാസങ്ങൾ വിഷമിച്ചതിന് പരിസമാപ്തി. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ 8ാമത്തെ വയസ്സിലുള്ള ആ സംഭവം അതാ ഇതിന്റെ ബാക്കി സഹീഹുൽ ബുഖാരി പറയുന്നു. മഴയങ്ങോട്ട് പെയ്തപ്പോൾ അബൂ താലിബ് എന്ന മൂത്താപ്പ, ക്രെഡിറ്റ് മുഴുവൻ മൂത്താപ്പക്കാണല്ലോ കിട്ടുക ഈ കുട്ടി ചെയ്യുന്ന ഈ പരിപാടി. ആ സമയത്തതാ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രനെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ ഈ വെളുത്ത പൂർണ്ണചന്ദ്രന്റെ മുഖമുള്ള സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഈ മുത്തുമോനെ അഭിനന്ദിച്ചുകൊണ്ട് പാട്ടുപാടിയത് അബൂ താലിബിന്റെ മനസ്സ് സന്തോഷിച്ചു. ആ കവിത ഇന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഓതാൻ സാധിക്കുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. 10 വയസ്സിലും 8 വയസ്സിലും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ കാവലിലും സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ്. റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട്. യലൂദു ബിഹിൽ ഹുല്ലാഖു മിൻ ആലി ഹാഷിമി വഹും ഇൻദഹു ഫീ നിഅമത്തിൻ വഫവാദിലി. ഈ ഹദീസ് രംഗത്തേക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? അതും കൂടി പറയുമ്പേ സംഗതി മനസ്സിലാവുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെറിയ പ്രായത്തിൽ അബൂ താലിബിന്റെ മുമ്പിൽ നേതൃത്വം കൊടുത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ ലഭിച്ചു. ആ സംഭവം അവിടെ ഇരിക്കട്ടെ. റസൂലുള്ളാഹി വളർന്നു വലുതായി, നബുവത്ത് ലഭിച്ചു, മദീനയിലെത്തി. മദീനയിൽ ഒരു സമയത്ത് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായി. ബുഖാരിയിലേക്ക് നമ്മൾ ഈ ചരിത്രം കൊണ്ടുവെക്കണമെങ്കിൽ ഇതും കൂടി പറയണം. മദീന ശരീഫിൽ ലോകത്തിന്റെ നായകനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിൽക്കുകയാണ്. മഴയില്ല, വെള്ളമില്ല, നാടാകെ വിഷമിച്ചു.
അതിശക്തമായ വരൾച്ച. റസൂലുള്ളാഹി നേതാവായി അവർക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത വരൾച്ചയുടെ സമയമായപ്പോൾ ഒരു അറാബി ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് കുട്ടിയുടെ അടുത്തേക്കല്ല, അള്ളാഹു ഉലകത്തിന്റെ രക്ഷകനായി അയച്ച റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ് ലഖദ് അതൈനാക വമാ ലനാ ബഈറുൻ വലാ സബിയ്യുൻ യഗ്ശ്. ഓ പുന്നാര പ്രവാചകരെ, ഞങ്ങൾക്ക് വെള്ളമില്ലാതെ മഴയില്ലാതെ വിഷമിക്കുന്നു, ഞങ്ങളുടെ ഒട്ടകത്തിന് പുല്ലില്ല, അതുകൊണ്ട് പാലില്ല, അതുകൊണ്ട് കാഷ്ടമില്ല, ഞങ്ങളുടെ കുട്ടികൾക്ക് വെള്ളമില്ല, ഞങ്ങളുടെ ഉമ്മമാരുടെ മുലപ്പാൽ പോലും പറ്റിപ്പോയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഇത് നാം പഠിക്കുക. നമ്മുടെ നായകൻ മഴക്ക് മഴ, റഹ്മത്തിന് റഹ്മത്ത്, ദുനിയാവിന് ദുനിയാവ്, ആഖിറത്തിന് ആഖിറം, ഈ സമുദായത്തിന് നേരെ ചൊവ്വേ നേടിക്കൊടുത്ത നേതാവാണ് സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലുള്ളാഹി ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ നായകനല്ല. ഹബീബ് മദീന ഷരീഫിലെ ഈ സാധുവായ ഒരു മനുഷ്യൻ വന്നിട്ട്, മഴയില്ല നബിയെ, പരിഹാരം വേണം. എന്നിട്ട് ആ അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന്റെ അനുഭാവം ഒന്നുകൂടി ലഭിക്കാൻ വേണ്ടി ഹൃദയവർദ്ധകമായ കവിത, അതൈനാക വല്ലദറാഹു തുദ്മീലു ബാരഹ وقد شاولتهم الصبي عن الطفل ولا شيء مما يأكل الناس عندنا سوى الحنظل العاهي والعلهز الفصل وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. സൃഷ്ടികളിൽ അത്യുധാരനായ പ്രവാചക പ്രഭോ, മഴയില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്നു, ഉമ്മമാരുടെ മുലപ്പാലിൽ പാലില്ല, കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല, നാട്ടിലുള്ള പച്ചച്ചെടികളെല്ലാം ഉണങ്ങിപ്പോയി, അരണ്ട് കിടക്കുന്ന ചില സാധനങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ തങ്ങളുടെ മുന്നിൽ വന്ന് ആവലാതി പറയുന്നു നബിയേ. ഇവിടെ വന്ന് പറയാനല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോയി പറയാനാണ് നബിയേ. വലൈസാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ وأين فرار الناس إلا إلى الرسل. അല്ലാഹുവിന്റെ റസൂലായ പുന്നാര നബി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങളിതാ ഇവിടെ വന്ന് പറയുന്നു, ഞങ്ങൾക്ക് വേറെ എവിടെയും പോയി പറയാനില്ല. ഇതേ ദുആ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി മറയടക്കപ്പെട്ടതിന്റെ ശേഷം സഹാബാക്കൾ മദീനയിലെ റൗള ഷരീഫിൽ പോയി വീണ്ടും പറഞ്ഞതും മഴ പെയ്യിപ്പിച്ചതും ചരിത്രത്തിൽ ഇനിയും കാണാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട് മഴ വേണം എന്ന ആവശ്യം പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിലേക്ക് കയറുന്നു. മിമ്പറിലേക്ക് കയറി ഒരാമുഖം അല്ലാഹുവിനെ സ്തുതിച്ചു, വാഴ്ത്തി പ്രശംസിച്ചു, കൈ ഉയർത്തി, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. ഇതാണ് റസൂൽ. ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്ന അല്ലാഹു തആല അധികാരങ്ങളെ അല്ലാഹു തആലയുടെ ഇതിന് പ്രകാരം അവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അത് കാണിക്കാൻ അവർക്ക് കഴിയും. അമ്പിയാക്കൾ കാണിക്കുന്നതിന് മുഅ്ജിസത്ത് എന്ന് പറയും, ഔലിയാക്കൾ കാണിക്കുന്നതിന് കറാമത്ത് എന്ന് പറയും. റസൂലായ ആള് റസൂലാകുന്നതിന് മുൻപ് അഥവാ വെളിപ്പെടുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചാൽ അതിന് ഇർഹാസാത്ത് എന്നാണ് പേര്. ചെറുപ്പത്തിൽ അബൂ താലിബിന്റെ മുമ്പെന്ന് മഴയ്ക്ക് വേണ്ടി ഉയർന്ന മഴ കിട്ടി. ആ സംഭവത്തിന് കറാമത്തൊന്നും പറയില്ല, മുഅ്ജിസത്തൊന്നും പറയില്ല. അമ്പിയാ മുർസലുകളുടെ റിസാലത്ത് വെളിപ്പെടുന്നതിന് മുൻപ് കാണിക്കുന്ന ഇത്തരം അമാനുഷിക ഭാവസിദ്ധികൾക്ക് അൽ ഇർഹാസാത്ത് സിദ്ധികൾ ഏതാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി അതാ പറയുന്നു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. മഴ വേണം പഠിച്ചവനെ, നല്ല മഴ വേണം പഠിച്ചവനെ, നല്ല മഴ വേണം. ഒരൊറ്റ വാക്ക. അപ്പോഴേക്കതാ ഫമസ്തതമ്മ ദുആ ഹത്താ ഇൽതഫത. അല്ലാഹുവിന്റെ റസൂൽ ദുആ കഴിഞ്ഞതോടുകൂടിയതാ ആകാശലോകം അവസ്ഥ മാറി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറി ദുആരക്കുന്ന സമയത്ത് ആ രാജ്യത്ത് എവിടെയും മഴയില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാൻ പോലും ഇല്ലാതെ വിഷമിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ആകാശത്ത് മഴയുടെ ലക്ഷണമില്ല, കാർമേഘത്തിന്റെ യാതൊരു തുള്ളിയുമില്ല. ദുആ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കതാ മഴയോട് മഴ, മഴയോട് മഴ, മദീന പ്രദേശമാകെ മഴയിൽ കോരിത്തൊലിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിരി, ആ ചിരി ചിരിക്കും, സന്തോഷമാണ്.
അറാബി വന്നു, വേദന പറഞ്ഞു, കഷ്ടപ്പാട് പറഞ്ഞു, മിമ്പറിൽ കയറി ദുആ ചെയ്തു, അല്ലാഹു സാധിപ്പിച്ചു തന്നല്ലോ. റസൂലുള്ളാഹി തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയതാ, വളരെ റാഹത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആ ആളുകളുടെ ഇടയിൽ കൂട്ടിന്നുകൊണ്ട് ചിരിച്ചു. എത്രത്തോളം ചിരിച്ചു? ഫളഹിക റസൂലുള്ളാഹി ഹത്താ ബദത് നവാജിറു. റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ റാഹത്തുള്ള അവസ്ഥ മഴങ്ങോട്ട് പെയ്താൽ, ഇപ്പോഴും മഴയില്ലാത്ത സീസണിൽ മഴ പെയ്താൽ അറബികൾ ചിരിക്കുന്നതും കളിക്കുന്നതും വലിയ സന്തോഷ. ഇപ്പോഴും കാണാം അറേബ്യയിൽ അങ്ങനെ. നമ്മളെ മാതിരി മഴ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ഒരു സമൂഹമാണ് അവര്. മഴ പെയ്താൽ വണ്ടിയിലൊക്കെ ഇറങ്ങിയിട്ട് മഴ ഇങ്ങനെ കൊള്ളു അറബികൾ. എന്നാൽ അന്നത്തെ ആ അവസ്ഥയിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു സെക്കൻഡ് വെച്ച് ദുആയിരുന്നു അല്ലാഹു തആലാന്റെ കൊണ്ട് അപേക്ഷിച്ച് വെള്ളം വാങ്ങിക്കൊടുത്തു, മഴ കൊടുത്തു. എന്തൊരു സന്തോഷം! റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചു, അവിടുത്തെ അണപ്പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ ചിരിച്ചു. അത്രയും സന്തോഷം. ആ സമയത്ത് റസൂലുള്ളാഹി സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ലില്ലാഹി ദുർറു അബീ ത്വാലിബിൻ ലൗ കാന ഹയ്യൻ ലഖറത്ത് ഐനാ. അബൂ ത്വാലിബ് വല്ലാത്ത മനുഷ്യൻ. അബൂ ത്വാലിബ് ആ കാലഘട്ടത്തിൽ ഒരു പാട്ട് പാടിയിരുന്നല്ലോ. അബൂ ത്വാലിബ് എന്നാലും ഇന്ന് ഇവിടെ ഹയാത്തുണ്ടായിരുന്നെങ്കിൽ ലഖറത്ത് ഐനാ, അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ ചെറുപ്പ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മനില്ലദീ യുൻഹിദുനാ ശഅറ. അന്ന് എന്റെ ചെറുപ്പകാലത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരന്ന് മഴ പെയ്തപ്പോ അബൂ ത്വാലിബ് ഒരു പാട്ട് പാടിയിരുന്നു, ഒരു കവിത ആലപിച്ചിരുന്നു. ആർക്കാണ് ആ പാട്ട് കാണാതെ അറിയുക? ആരാണ് ആ കവിത ഇവിടെ ഒന്ന് പാടുക എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ ബാപ്പാന്റെ മോൻ എഴുന്നേറ്റ് നിന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് കാന്നക അറത്ത ഖൗലഹു. എന്റെ പ്രിയപ്പെട്ട ബാപ്പ അബൂ ത്വാലിബ്, പുന്നാര നബി ചെറുപ്പത്തിൽ മഴയ്ക്ക് വേണ്ടി തങ്ങളെ വെച്ചിട്ട് ദ്വാരന്നപ്പോ മഴ കിട്ടി. അപ്പോൾ എന്റെ ബാപ്പ പറഞ്ഞൊരു ബെയ്ത്തുണ്ട്, ആ ബെയ്ത്താണോ ഹബീബേ അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് ബെയ്ത്ത്? അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലാ പാടുന്നു. അന്ന് അബൂ ത്വാലിബ് പാടിയ പാട്ട്, വഅബിയാല യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽ അറാമിലി. ഈ സംഭവം ഉദ്ധരിച്ചതിന്റെ ഭാഗമായി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഈ വെളുത്ത ലാവണ്യമുള്ള മുഖമുള്ള കുട്ടി, ആ കുട്ടിയെപ്പറ്റി പിന്നെയും പറയുകയാണ്, യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി. ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആർന്നാൽ മഴ ലഭിക്കുന്നതാണ്. കുട്ടിയെപ്പറ്റി അബൂ ത്വാലിബ് എന്ന് പറഞ്ഞ പാട്ടാണ്. സിമാലുൽ യതാമ, അനാഥകളായ മുഴുവൻ ആളുകൾക്കും സംരക്ഷകനാണ്. ഇസ്മത്തുൽ ലിൽ അറാമിലി, വിധവകളായ മുഴുവൻ സമൂഹത്തിനും സംരക്ഷകനാണ് എന്റെ ഈ മോൻ. ആ മോനെപ്പറ്റി അന്ന് പാട്ടുപാടിയതാ, മിൻ ആലി ഹാഷിമി. ഹാഷിമി കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അഭയകേന്ദ്രമാണ് ഈ കുട്ടി. എന്നിട്ട് അദ്ദേഹം പിന്നെയും പറഞ്ഞു, കദിബത്തും വബൈത്തുല്ലാഹി നബ്സി മുഹമ്മദ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് അപ്പോൾ പാടിയ പാട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വീണ്ടും പാടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സഹീഹ് ബുഖാരിയിലൂടെ ഒരു ഭാഗത്ത് സ്ഥിരീകരിക്കപ്പെട്ട, മറ്റ് ഇസ്ലാമിന്റെ ചരിത്ര കിതാബുകളിൽ മുഴുവൻ സ്ഥിരീകരിച്ച വഹാബി ആചാര്യനായ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുതൽ ഇന്നത്തെ പണ്ഡിതനായ ശൈഖ് അബൂബക്കർ ജസായിരി വരെ ഉദ്ധരിച്ച 10, 11, 9 ചെറിയ പ്രായം അബൂ ത്വാലിബിന്റെ കൂടെയുള്ള കാലത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ദുആർന്നിട്ട് മഴ കിട്ടിയ സംഭവവും ആ സംഭവത്തെ ആളുകൾ അംഗീകരിച്ച് ഹബീബായ തിരുനബിയെ പറ്റി മദ്ഹ് പാട്ട് പാടിയ സംഭവവും നമ്മൾ കാണുന്നുവെങ്കിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾക്ക് എവിടെയാണ് അറ്റം? അവിടുത്തെ ചെറുപ്പകാലഘട്ടത്തിൽ കാണുന്ന ഓരോ അവസ്ഥകൾ, ഇനിയും ഓരോന്നും വിശ്വസിക്കാൻ ചിലർക്ക് പ്രയാസം. നമ്മളിതൊന്നും പഠിക്കാത്തതുകൊണ്ടാണ്. ആദ്യം കേൾക്കുമ്പോൾ ചെറിയൊരു പുതുമ തോന്നും. നോക്ക് മറ്റൊരു സംഭവം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ചെറുപ്പകാലഘട്ടത്തിലുള്ള മറ്റൊരു അനുഭവം എല്ലാ ചരിത്രത്തിലും കാണാം. ഞാൻ എപ്പോഴും കൊണ്ടുനടക്കും. അബൂ ത്വാലിബ് പറയുകയാണ്, ഇന്നി വമംതുഹു ഇലയ്യ ഫകുൻതു ലാ ഉഫാരിഖുഹു സഅതൻ മിൻ ലൈലി വലാ നഹാർ. രാവും പകലും ഒക്കെ എന്റെ മോൻ എന്റെ കൂടെ. കാരണം എനിക്കറിയാം കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി പോകുവാൻ. അബ്ദുൽ മുത്തലിബ് നേരത്തെ വസിയത്ത് ചെയ്തതും മറ്റെല്ലാ അത്ഭുതം അറിയാലോ. രാവും പകലും ഇല്ലാതെ ഞാൻ കൂടെ തന്നെ കൊണ്ടു നടക്കാറുള്ളത്. എന്നാൽ ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ എപ്പോഴും ഉറത്ത് മറക്കുക, തുണി കൊടുക്കുക എന്നൊന്നും പറഞ്ഞതൊരു സംഗതിയേ അല്ല. അത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം തോന്നുക. കഅബാലയം തവാഫ് ചെയ്യുന്നവർ പോലും വലിയൊരു വിഭാഗം ദഗ്ധരായിരുന്നു.
തുണിയും ബനിയനും ഒക്കെ കഴിച്ചിട്ട് ആ കൈബാലയത്തിന് ചുറ്റും വലിയ 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 മനുഷ്യന്മാർ ഇങ്ങനെ കറങ്ങല്. അപ്പൊ ആ കാലഘട്ടത്തിലെ സംഭവമായി പറയുന്നത് കിടക്കാൻ നേരത്തൊക്കെ വസ്ത്രത്തോടുകൂടി ഉറങ്ങേണ്ട ഒരു ആവശ്യമില്ല. കാരണം പോയും വന്നും കൊണ്ടിരിക്കുന്ന കറണ്ടൊന്നും ഇല്ലാത്ത കാലാണല്ലോ. ഉറങ്ങുമ്പോ വെറുതെ തുണി എടുത്തിട്ട് ആ തുണിന്റെ ചെലവ് പണ്ട് ബഹീലിന്റെ വീട്ടിക്ക് ബഹീൽ തരം പഠിപ്പിക്കാൻ പോയ കഥ കേട്ടിട്ടുണ്ട്. എന്തിന്? ഉറങ്ങാൻ നേരത്ത് വർത്താനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ബഹീല് മറ്റവനോട് പറഞ്ഞത്രേ, ഇത് ക്ലാസ്സിന് പോയതാ, നമ്മൾ ഏതായാലും ഇരുട്ടത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പൊ നമ്മൾ പരസ്പരം മുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഈ വിളക്കണ്ട് കെടുത്തിക്കളാം, എന്നാ വിളക്കിന്റെ മണ്ണെണ്ണ ലാഭിക്കാലോ. ഒരു ബഹീല് മറ്റേ ബഹീലിന് ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ വിളക്ക് കൂടിയിട്ട് ഓരിങ്ങനെ ഇരുട്ടത്ത് വർത്താനം പറഞ്ഞു എന്നാണ് കഥ. ഇരുട്ടത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളക്കിന്റെ ആവശ്യം ഉണ്ടായി. അപ്പോഴ് ഉസ്താദ് ബഹീൽ പറഞ്ഞു, ആ വിളക്ക് കത്തിക്കുക. കത്തിക്കല്ലേ? ശിഷ്യൻ പറയാം, കത്തിക്കല്ലേ. എന്തേ? ഞാൻ തുണി എടുത്ത് കൊടുത്താട്ടെ. അതെന്തേ? അല്ലെ, നമ്മൾ ഇരുട്ടത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ വെറുതെ തുണി എടുത്തിട്ട് തുണി വിളക്കാക്കണ്ട, ഞാൻ തുണി കഴിച്ച് ആയാലും ഇട്ടതാണ്. അപ്പോഴാണ് ഉസ്താദ് ശിഷ്യൻ, ശിഷ്യൻ ഉസ്താദും ആയത്. അപ്പൊ ഇരുട്ടത്ത് ബഹീരന്മാരെ കഥയിൽ തുണി എടുക്കാതെ നടന്ന കഥ ഉണ്ടെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ വെളിച്ചത്ത് തന്നെ തുണി എടുക്കാത്ത കൗമ, ആ കൗമിന്റെ കഥയാ അബൂ താലിബ് പറയുന്നു. മോൻ തുണി അയച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണാറില്ല. വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നിരിക്കാം. കുറച്ച് പ്രായവും തന്റെ ഇടവും തമ്മീസും എത്തിയതിനു ശേഷമുള്ള അവസ്ഥയെ പറയണത്. തുണി കഴിച്ചു വെക്കാറില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്റെ കൂടെ മോനെ അങ്ങനെ ഒരു കെട്ടുമല കിടക്കുക. അങ്ങനെ മോനെ തുണി അയച്ചു വെച്ചൂടെ? ഉറക്കത്തിൽ എന്തിനാ തുണിയുടെ ആവശ്യം? ഞാൻ എന്റെ മോനോട് തുണി അയച്ചു വെക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ അത് പറഞ്ഞപ്പോ കുട്ടിക്ക് വല്ലാത്ത വിമ്മിഷ്ടം. ഒന്ന്, ഉപ്പായുടെ കൽപ്പനയാണ്, അനുസരിക്കണം. രണ്ട്, അനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യാ പറയണത്. തുണി ഉടുക്കാതെ കിടന്നുറങ്ങാൻ മനസ്സ് സമ്മതമില്ലാത്ത ആ ബാലൻ, വിശുദ്ധനായ കുട്ടിക്ക് രണ്ടിന്റെയും രൂപത്തിൽ വിഷമിച്ചു. ബാപ്പാനെ അനുസരിക്കണോ അതല്ല എതിർക്കണോ? ഒരു വിഷമം ഞാൻ മുഖത്ത് മനസ്സിലാക്കി, എന്നാലും എന്റെ മോൻ എന്നോട് എതിർക്കാനൊരു വിഷമം പ്രകടിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഉപ്പ നമ്മള് കിടക്കുക. വിളക്കൊക്കെ ഊതിയിട്ട് പറഞ്ഞു, യാ അമ്മാർ യുസ്രിഫ് ബിവജ്ഹിക അന്നി, ഞാന് അയച്ചു വെക്കണമെങ്കിൽ ബാപ്പ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം. ബാപ്പ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാ പിന്നെ എന്നെ കാണൂലല്ലോ. ഞാൻ എന്റെ ഡ്രസ്സ് അയക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത ഒരു സ്നേഹം തോന്നി. എന്റെ ശരീരത്തിലേക്ക്, നഗ്നഭാഗത്തിലേക്ക് മറ്റൊരാളും നോക്കുന്നത് ശരിയല്ല എന്ന തന്റെ ഇടം ഈ കുട്ടിക്കുണ്ടായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ഹദീസിൽ കാണാം, മിൻ കറാമതി അലയ്യ, അല്ലാഹു തആല എനിക്ക് ചെയ്ത ബഹുമാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ലം യുറ അഹദുൻ സൗഅതി, എന്റെ നഗ്നഭാഗങ്ങൾ ഒരൊറ്റ മനുഷ്യനും കണ്ടിട്ടില്ല. ചെറുപ്പകാലഘട്ടത്തിൽ, ശൈശവഘട്ടത്തിൽ കാണേണ്ടവർ കണ്ടിരിക്കാം. തമീസ് എത്തിയതിനു ശേഷം ഒരൊറ്റ കുട്ടിയും എന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ഇത് അല്ലാഹു എനിക്ക് ചെയ്ത വലിയ നിഅമത്താണ്. ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് അവിടുത്തെ കുടുംബ ജീവിതത്തിലെ ലൈംഗിക ജീവിതത്തെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. അവിടെയൊക്കെ ആകാവുന്നതാകാം, അതിനൊന്നും ഈ ഹദീസ് വിരുദ്ധമല്ല. അബൂ ത്വാലിബ് പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം, എന്നാ ഞാൻ നോക്കാം. അങ്ങനെ എന്റെ മോൻ എന്റെ അടുത്ത് കിടന്നു. എനിക്ക് അത്ഭുതമായി. മോൻ തുണി അയച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കിടന്നു. ഞാൻ ഇങ്ങോട്ട് മറിഞ്ഞാണ് കിടക്കുന്നത്. പതുക്കെ ഞാൻ എന്റെ മകനെ തപ്പി നോക്കിയപ്പോൾ ഇദാ ബൈനി വബൈനഹു സൗബുൻ വല്ലാഹി മാ അദ്ഖൽതുഹു ഫിറാശി ഫഇദാ ഹുവ ഫീ ഗായത്തിൽ ലീൻ വതയ്യിബി റായിഹ കഅന്നഹു ഗുമിസ ഫിൽ മിസ്കി. കുട്ടി വസ്ത്രമില്ലാതെയാണ് എന്റെ മുമ്പിൽ കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഞാൻ തൊട്ടു നോക്കിയപ്പോ മിനുമിനുത്ത ഒരു വസ്ത്രം, എന്തെന്നില്ലാത്ത മൃദുലത തോന്നിയ ഒരു പട്ടുവസ്ത്രത്തിന്റെ പ്രതീതിയുള്ള ഒരു വസ്ത്രം കുട്ടിയുടെ ശരീരത്തിലുള്ളതായി എനിക്ക് തോന്നി. തന്നെയുമല്ല, എന്തെന്നില്ലാത്ത സുഗന്ധം, മിസ്കിൽ മുക്കിയ വസ്ത്രം മണക്കുന്നത് പോലെ കസ്തൂരി മണം എന്റെ റൂമിൽ വ്യാപിച്ചു. ആ സമയത്ത് എന്താണ് സംഗതി എന്ന് കാണാൻ ഞാൻ അന്വേഷിച്ചെങ്കിലും എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെറുപ്പത്തിൽ പോലും കാണിച്ച സംഭവങ്ങൾ ഒക്കെ തീറമാക്കും. പലപ്പോഴും രാത്രി ഉറങ്ങാൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കിടക്കും. കുറെ കഴിഞ്ഞ് പാതിരക്ക് തപ്പി നോക്കിയാൽ കുട്ടിനെ കാണൂല. ചെറുപ്പത്തിൽ അങ്ങനെ അനുഭവമുണ്ട്. ഇതൊക്കെ ബാല്യകാലത്താണ്, യൗവനകാലത്ത്, കൗമാരപ്രായത്തിലാണ്. തെരഞ്ഞു നോക്കിയ കുട്ടിനെ കാണൂല. അപ്പോഴേക്ക് ഞാൻ ബേജാറായി. പാതിര നേരത്ത് വേഗം ഓടി നോക്കൂ. ഈ അതുലബഹു മകനെങ്ങനെ തെരിയും, വിളിക്കുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് പറയും, ഹാനയാമി ഹാനയാമി, നമ്മുടെ എന്തുപ്പ, നമ്മുടെ ഉണ്ട്, നിങ്ങൾ കിടക്കുന്ന കട്ടിൽ നിന്ന്. എന്താ സംഭവം? ആ പിരീഡിൽ
ബാല്യകാലത്തും യൗവനകാലത്തും കൗമാരകാലത്തുമൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് പാതിരാ നേരങ്ങളിൽ ചില പ്രാർത്ഥനാ സമയങ്ങളുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. ഞാനിവിടെ ഉണ്ടുപ്പ എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമാകും. എനിക്ക് തീരെ മനസ്സിലാകാത്ത, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില വാക്കുകൾ, ചില മന്ത്രങ്ങൾ, ചില ദിക്റുകൾ എന്റെ മകൻ ചൊല്ലുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അബൂ താലിബ് വീണ്ടും പറയുകയാണ്, ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ബിസ്മി ഒന്നും ചെല്ലലില്ല. എന്ത് ബിസ്മി? ജാഹിലിയ കാലഘട്ടത്തിലെ വിഗ്രഹ പ്രതിഷ്ഠകളിൽ കഴിഞ്ഞുകൊള്ളുന്ന ബഹുദൈവ ആരാധക സമൂഹത്തിലെ ഒരു കാക്കായ അബൂ താലിബ്, അയാളാണ് പറയുന്നത്, ഞങ്ങൾക്ക് ബിസ്മി എന്ന പരിപാടിയൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിൽ അഹദ്, ബിസ്മില്ലാഹിൽ അഹദ് എന്ന് ദിക്ർ ചൊല്ലാറുണ്ട്. ആഹാരം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്. എനിക്ക് അപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, എന്താണ് എന്റെ മോന്റെ ഈ അവസ്ഥ എന്ന്. മാത്രമല്ല, ഒരിക്കൽ പോലും എന്റെ മകൻ ഒരു കളവ് പറഞ്ഞത് എനിക്ക് അറിയില്ല. ഒരിക്കൽ പോലും അശ്ലീല രൂപത്തിലുള്ള സംസാരം ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും ആഭാസകരമായി ചിരിക്കുന്നതോ ജാഹിലിയ സ്വഭാവത്തിന്റെ അവശിഷ്ടമോ എന്റെ മകന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളുടെ കൂടെ ആഭാസകരമായ കളി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വിശുദ്ധരിൽ വിശുദ്ധനായി സ്വഭാവശാലീനതയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാകുന്നു. അവിടുത്തെ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗം ഇനിയും അവശേഷിക്കുകയാണ്. എന്നാലും നമുക്ക് കഴിയാവുന്ന അത്ര പറയാനുള്ള ശ്രമമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മുടെ ഭാവനയെ, നമ്മുടെ ഓർമ്മയെ, നമ്മുടെ അറിവിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ആദർശത്തെ കൂടുതൽ അടുപ്പിക്കാനുള്ള ആഗ്രഹമാണ്, അതിനുള്ള പരിശ്രമമാണ്. അല്ലാഹു തആല നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തത്തിലേക്ക്, അള്ളാഹുവിന്റെ സന്തോഷത്തിലേക്ക് എത്തുന്ന അറിവും സ്നേഹവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.